Hello guys. ഇതെന്താ സംഭവം? ഇത് ഉപ്മാ, തൈര്, പിന്നെ ചക്ര, പഞ്ചസാര. അത് ഇതെന്താ ഉപ്മാ അല്ലേ? റവ ഉപ്മാ, തൈരും പഞ്ചസാരയും പിന്നെ പയറ്. ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ എന്താണ് സ്പെഷ്യൽ ഫുഡാണല്ലേ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ വരണ്ടേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഹോസ്റ്റലിലാട്ടോ നിക്കണേ. ഇത് നമ്മുടെ കുഞ്ഞൊരു ഹോസ്റ്റലാണ് ഗൈസ്. അപ്പൊ ഇവിടെ ഇതെന്റെ ഫ്രണ്ടാണ്. അവള് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സാധനമാണ് ഈ കാണിച്ചത്. തൈരും പഞ്ചസാരട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ, ഇതില് എന്തുണ്ടറിയോ? മുളക്, ഉപ്മാ, ഗൈസ്. അപ്പൊ ഈ കാണുന്ന ഉപ്മാവും തൈരും പഞ്ചസാരയും ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നേഹലാണ് കേട്ടോ. ആളാണ് ഈ ഒരു കോംബോ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ ഉപ്മാവൊക്കെ കഴിച്ച് ഇനി പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. കൊച്ചിയിൽ ഞാനിപ്പോൾ പാർട്ട് ടൈം ആയിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി ഞാനിവിടെ. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ടീ ഷോപ്പ് കേട്ടോ. അടിപൊളി വൈബാണ്. നൈറ്റാണ് ഇത് ഓപ്പൺ ആവുക കേട്ടോ. നമ്മളെവിടെ ചെന്നാലും നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ അതേ വൈബുള്ള കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കാണുന്നവരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പകല് മൊത്തം നമ്മളിവിടെ ബിസി ആയതുകൊണ്ട് നമുക്ക് ആകെ കിട്ടുന്നത് ഈ ഒരു നൈറ്റാണ് കേട്ടോ. അപ്പം നൈറ്റ് ഈ സമയം ഏകദേശം 10 മണിയായിട്ടുണ്ട്. 10 മണിക്ക് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങുക. കാരണം കൊച്ചിയിൽ മിക്ക ആൾക്കാരും ഈ ഒരു ടൈമിലാണ് കേട്ടോ വൈബ് പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നത്. കപ്പിൾസായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പേര് ഈ ഒരു ടൈമിൽ കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കുറച്ച് ദിവസം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനനുസരിച്ചുള്ള ഫ്രണ്ട്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി പലരും പല വഴിക്കും പോവും. അപ്പം അതിൻ്റെ മുന്നേ കുറച്ച് ഓർമ്മകളൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാക്സിമം മെമ്മറീസൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഈ ഒരു കൊച്ചിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും ആൾക്കാരേനെയൊക്കെ പരിചയപ്പെടാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. പക്ഷേ അവരുടെയൊക്കെ ഉള്ളറിയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തു വന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ലൈഫിലെ ഓരോ മൊമെൻറ്റ്സും അവരിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ചെറിയൊരു ലൈഫല്ലേ. അതിൽ നമ്മളിങ്ങനെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മാത്രം മുന്നോട്ട് പോവാതെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവരെ കണ്ടപ്പോൾ മനസ്സിലായത് കേട്ടോ. അതിനിടയ്ക്ക് നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഗൈസ്. അപ്പം ഇനി നേരെ ഹോസ്റ്റലിൽ പോവാം, കിടന്നുറങ്ങാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.